പാതിരാത്രി 2:30 നമ്മുടെ അനുമോള് ആ ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് മുട്ടാൻ കരച്ചില്. നിങ്ങൾ ആരെങ്കിലും ഇതുവല്ലോ അറിഞ്ഞായിരുന്നോ? അറിയാത്തവർക്ക് ഞാൻ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങോട്ട് തരാം. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ പാതിരാത്രിയിൽ നടന്ന കുറച്ച് കലാപരിപാടിയുടെ ഒരു ചെറിയ അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. അപ്പോൾ അനുമോള് സാധാരണ ഞാൻ ഈ 2:30 പോയിരുന്ന് അങ്ങനെ പാതിരാത്രി 2:30 ലൈവ് കാണാത്തതാണ്. പക്ഷെ എന്തോ ഇന്നലെ ഉറങ്ങാൻ കുറച്ച് താമസിച്ചു. അതുകൊണ്ട് തന്നെ ചുമ്മാ ലൈവ് പോയി നോക്കിയപ്പോഴത്തേക്കും വെറുതെ ജിയോ ഹോട്ട്സ്റ്റാർ കയറി എന്തെങ്കിലും കോമഡി നടക്കുന്നുണ്ടോ എന്നറിയാൻ നോക്കിയതാണ്. അപ്പൊ അതേ ട്രാജഡി നടക്കുന്നു. അനുമോളുടെ കരച്ചില് ആ ഗാർഡൻ ഏരിയ പോയി മറ്റേ മേപ്പോട്ടും നോക്കി ചന്ദ്രനെയൊക്കെ നോക്കി കിടന്ന് കരച്ചില്ല. എന്തുവാ എനിക്ക് വീട്ടിൽ പോണേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മൂടാ അനുമോക്ക്. പക്ഷെ ഒരുപാടങ്ങ് കരഞ്ഞു പോയി എനിക്ക് പോയേ പറ്റൂ. മറ്റേ രേണുസുതി ആയിട്ടൊന്നും നടക്കുന്നില്ല. പക്ഷെ പോണം എന്നുള്ളൊരു സാധനം അനുമോക്ക് എവിടെയോ മനസ്സിലുണ്ട്. ഇപ്പോൾ അത് അബിയോട് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അനുമോക്ക് തോന്നാനുള്ളൊരു കാരണം അത് ആരാണെന്നല്ലേ? നമ്മുടെ ഒന്നാന്തരം ചുന്ദരിയായിട്ടുള്ള മസ്താനി ചേച്ചി. അപ്പോൾ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. അനുമോള് ഇരുന്നിങ്ങനെ സങ്കടപ്പെട്ട് പുറത്തിരിപ്പുണ്ട്. അപ്പൊ നമ്മുടെ അബി ചെല്ലുന്നുണ്ട്. അബി ചെല്ലുമ്പോൾ അബിയോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ വീട് ഞാനാണ് നോക്കുന്നത്, 30 വയസ്സായി, കല്യാണം കഴിച്ചിട്ടില്ല, ഇങ്ങനെയുള്ള കഥകളൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വേറെ മെയിൻ ഒരു കാര്യം പറയുന്നത്, ഈ കഴിഞ്ഞ നമ്മുടെ ഓണം എപ്പിസോഡിൽ ഈ കണ്ടസ്റ്റൻസിൻ്റെ ഒക്കെ ഫാമിലി ഇവർക്ക് മറ്റേ വിഷ് ചെയ്യുന്ന ഒരു വീഡിയോ കാണിച്ചായിരുന്നല്ലോ. അപ്പൊ അനുമോളുടെ ഫാമിലിയും അനുമോൾക്ക് വിഷ് കൊടുക്കുന്നുണ്ട്, ബാക്കി എല്ലാവർക്കും വിഷ് കൊടുക്കുന്ന ആ ഒരു വീഡിയോയിൽ അനുമോളുടെ അച്ഛനെ ശ്രദ്ധിച്ചു. അച്ഛൻ്റെ മുഖമൊക്കെ ഭയങ്കര സാഡായിട്ടിരിപ്പുണ്ട്. അപ്പൊ അതിപ്പോഴും അനുമോളുടെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പൊ അത് അബിയോട് പറയുന്നുണ്ട്, അച്ഛൻ്റെ മുഖമൊക്കെ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കില്ല അച്ഛനൊക്കെ ചിലപ്പോൾ വീടിന് പുറത്ത് പോലും ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരിക്കത്തില്ല, ചിലപ്പോൾ എനിക്ക് അത്ര നെഗറ്റിവിറ്റി ആയിരിക്കും പുറത്ത്. അപ്പൊ അബി പറയുന്നുണ്ട്, അങ്ങനൊന്നും ഇല്ല, നീ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിക്കുന്നത്, അങ്ങനൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇല്ല, അങ്ങനെയൊക്കെ കാണും. കാരണം മസ്താനി പറഞ്ഞു, അവൾ പുറത്തുനിന്ന് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് അകത്തോട്ട് വന്നതാണല്ലോ. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു പുറത്ത് എനിക്ക് ഭയങ്കര നെഗറ്റീവാണെന്ന് അവൾ പറഞ്ഞു എന്ന് അബിയോട് നമ്മുടെ അനുമോള് പറയുന്നുണ്ട്. അപ്പൊ അബി വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറയുന്നുണ്ട്. അനു, നീ ഇങ്ങനൊന്നും ചിന്തിക്കാതെ, അവള് ഗെയിം കളിക്കുന്നതായിരിക്കും, അവള് നിന്നെ ട്രിഗർ ചെയ്ത് മറ്റേ റൂട്ട് മാറ്റി വിടുന്നതായിരിക്കും, നീ അങ്ങനെ തിങ്ക് ചെയ്യ്, അല്ലാതെ അവള് പറഞ്ഞു എന്നും പറഞ്ഞ് നീ ഇങ്ങനൊന്നും ചിന്തിക്കണ്ട. കാരണം കഴിഞ്ഞ ദിവസം മറ്റേ ജിയോ ഹോട്ട്സ്റ്റാർ മറ്റേ തെരഞ്ഞെടുപ്പ് ഉണ്ടല്ലോ, ഏറ്റവും മറ്റേ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത്, പായസം ഉണ്ടാക്കി കൊടുത്തത്, അപ്പൊ അതിനൊക്കെ നിന്നെയാണ് ആൾക്കാർ ചൂസ് ചെയ്തത്. അപ്പൊ നിനക്ക് അത്രയും ഫാൻസ് ഉണ്ട് പുറത്ത്, ഇല്ലെങ്കിൽ വെറുതെ വേറെ ആരും ഇവിടെ സെലക്ട് ചെയ്തില്ല, നിന്നെയാ സെലക്ട് ചെയ്തത്. നീ അപ്പൊ അതൊക്കെ ചിന്തിക്ക്. മസ്താനി പറഞ്ഞു എന്ന് പറഞ്ഞത് അവളുടെ ഗെയിം ആയിരിക്കും. മസ്താനി പറഞ്ഞത് ഉള്ളതോ ഇല്ലാത്തതോ നമുക്കറിയാം, അതില്ലാത്തതാണ് പുറത്ത് എന്താണെന്നുള്ളത്. കാരണം മസ്താനിയൊക്കെ അകത്തോട്ട് കയറുമ്പം മസ്താനി കയറുമ്പോഴും ശരി ഇപ്പോഴാണെങ്കിലും ശരി അനുമോൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ സപ്പോർട്ടിനുണ്ട്. പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർ, ചേച്ചിമാര്, പിന്നെ നല്ല PR വർക്ക്, ഇതെല്ലാം നടപ്പുണ്ട് പുറത്ത്, ഇതൊക്കെ നടക്കുന്നുണ്ട്. നല്ല സപ്പോർട്ടുണ്ട് ഇപ്പോഴും അനുമോൾക്ക്. അതുകൊണ്ട് തന്നെ മസ്താനിയ പറഞ്ഞത് ഇല്ലാത്തത് തന്നെയാണ്. പക്ഷെ അത് മസ്താനിയുടെ ഗെയിം, മനസ്സിലായില്ലേ? അതിനെ നമ്മൾ അങ്ങനെ എടുക്കാം, അങ്ങനെയാണ് അതിനെ എടുക്കേണ്ടത്. മസ്താനിയുടെ ഗെയിം, പ്രോപ്പർ ആയിട്ടുള്ളൊരു ഗെയിം മസ്താനി അവിടെ കളിച്ചു. ഒന്ന് വഴി മാറ്റി വിടാൻ ശ്രമിച്ചു അനുമോളെ, പക്ഷെ അനുമോൾ അതിനകത്ത് വീണിട്ടുണ്ട് ചെറുതായിട്ട്. ഒന്നെങ്കിൽ വീണിട്ട് അതിൻ്റെ പേരിൽ കരയുന്നത്, ഇല്ലെങ്കിൽ രാത്രി ഇരുന്നുള്ള ഈ കരച്ചിൽ അനുമോളുടെ അടുത്ത കണ്ടന്റ്, അങ്ങനെ നമുക്ക് എടുക്കാം. ഒരു ചെറിയ ഡ്രാമ കണ്ടന്റ് അങ്ങനെ തന്നെ ഞാൻ പറയും കേട്ടോ. പക്ഷെ അതൊരിക്കലും ഞാൻ തെറ്റായിട്ടല്ല പറയുന്നത്. അങ്ങനെ അനുമോള് കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് അനുമോളുടെ മിടുക്ക്. എന്തിനാ അതിനകത്ത് നിൽക്കുന്നത്? കണ്ടന്റ് ഉണ്ടാക്കാൻ അത് എങ്ങനെയെങ്കിലും അങ്ങ് ഉണ്ടാക്കിയാൽ മതി. അത് നല്ല വൃത്തിക്ക് ഉണ്ടാക്കുന്നുണ്ടല്ലോ. അല്ലാതെ നമ്മുടെ രേണു ചേച്ചി കഴിഞ്ഞ ആഴ്ച വരെ ചെയ്തുകൊണ്ടിരുന്ന പോലെ ഒരു മൂലയ്ക്ക് മാത്രമായിരുന്നു മറ്റേ തലയും ചൊറിഞ്ഞ്, അങ്ങനൊന്നും അല്ലല്ലോ. കണ്ടന്റ് അത് പുള്ളിക്കാരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം എന്താണെങ്കിലും അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ അനുമോള് സങ്കടപ്പെടുന്നുണ്ട്. പിന്നെ ഞാൻ പറയട്ടെ, ഡ്രാമ എന്ന് ഞാൻ കുറച്ച് പിന്നെ പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെ പറയുന്നവർ അങ്ങനെ എടുത്തോട്ടെ. പക്ഷെ എനിക്കത് കണ്ടിട്ട് അങ്ങനെ പ്രോപ്പറായിട്ടുള്ള ഒരു ഡ്രാമ ചെയ്യുന്ന പോലൊന്നും തോന്നിയില്ല. വളരെ ജെന്യുവനായിട്ട് അനുമോൾ കരയുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ അനുമോൾ ഒരു കരച്ചിൽ സാധനം എപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോൾ കുറേ ആളുകൾക്ക് സംശയം തോന്നും, കഴിഞ്ഞ ദിവസം ലാലേട്ടൻ അത്രയും പറഞ്ഞിട്ട് എന്തുകൊണ്ട് കരഞ്ഞില്ല എന്ന്. അതിനുള്ള മറുപടി അനുമോൾ ഇന്ന് പറയുന്നുണ്ട്. അവിടെ എവിടെയൊക്കെ ആയിട്ട് ഞാൻ കേട്ടു. പ്രത്യേകിച്ച് രാത്രിയിലത്തെ ഈ ലൈവിൽ പറയുന്നുണ്ട്, ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്യുന്നുണ്ട് കരയാതിരിക്കും, പക്ഷെ ചില സമയത്ത് ഒറ്റയ്ക്കാണല്ലോ ഇപ്പോൾ, അതുകൊണ്ട് അങ്ങ് കരഞ്ഞു പോകുന്നതാന്നൊക്കെ അബിയോട് പറയുന്നുണ്ട്. അല്ല എല്ലാവരുടെയും മുമ്പിൽ ഞാൻ കരയത്തില്ല, മാക്സിമം പിടിച്ചു നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അനു പറയുന്നുണ്ട്, അനുവിൻ്റെ കൂടെ ഈ നമ്മുടെ വൈൽഡ് കാർഡ്സിനോടൊക്കെ അവിടെ ആരൊക്കെയോ പറയുന്നു, അനുവിൻ്റെ കൂടെ നടക്കരുത്, വളരെ മോശമാണ് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാലുവാരി നടക്കും എന്നൊക്കെ അനുമോളെ പറ്റി ഇങ്ങനെ വൈൽഡ് കാർഡ്സിനോട് പറഞ്ഞു എന്നൊക്കെ അബിയോട് പറയുന്നുണ്ട്.
പിന്നെ നമ്മുടെ ആര്യൻ്റെയും ജിസേലിൻ്റെയും കാര്യമൊക്കെ ഇന്ന് പറയുന്നുണ്ട്. അതായത് ഈ ആര്യൻ്റെ പുറകെ നടന്നു ശൈത്യ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ക്രഷ്, അതിനെപ്പറ്റി അനു പറയുന്നുണ്ട്. എടാ അവരൊക്കെ ഇങ്ങനെ പറയുന്നതാ, എടാ ഞാനത് വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാ, ഞാൻ പറയത്തില്ലേ നമ്മളിപ്പോൾ ഒരുത്തനെ വായി നോക്കുമ്പോഴത്തേക്ക് ആ കൊള്ളാലോ അവൻ, അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഒരു രീതിയിൽ ഞാൻ ഇവളോട് പറഞ്ഞതാണ്. പക്ഷെ അതിനെയൊക്കെ വേറെ തരത്തിലാണ്. പിന്നെ അങ്ങോട്ട് ഈ ഒരു സാധനമൊക്കെ അനുമോൾ ഇടുമല്ലോ, അപ്പൊ അതൊക്കെ ഞാൻ ആ ഒരു മൂഡിൽ കോണ്ടന്റ്, പിന്നെ അതിനെയൊന്നും ഞാൻ വലിയ രീതിയിലൊന്നും തിങ്ക് ചെയ്തില്ല, ഇവരതിനെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുന്ന ഞാൻ ചിന്തിച്ചില്ല, ഞാൻ ആ ഒരു രീതിയിൽ പറഞ്ഞതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ അബി മാത്രമുള്ള അടുത്ത് കുറച്ച് കഴിയുമ്പോൾ ഉണിയിലും കറങ്ങിത്തിരിഞ്ഞ് വരുന്നുണ്ട്. അപ്പം ഉണിയിൽ വന്നടുത്തിരിക്കുമ്പോഴത്തേക്ക് അബി ഇത് ഉണിയിലിനോടും പറയുന്നുണ്ട്. ഉണിയിലൊക്കെ എന്നിട്ട് ഒരുപാട് അനുമോളെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നീ ഞങ്ങളെ വിളിക്ക്, ഞങ്ങളുണ്ട് ഇവിടെ. എന്നിട്ട് ഉണിയിൽ പറയുന്നു, ഞാൻ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു, എനിക്ക് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇഷ്ടമാണ്, നിനക്കിവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നീ വിളിക്ക്, നിന്റെ ഭാഗത്ത് ശരിയാണെങ്കിൽ നമ്മൾ കൂടെ നിൽക്കുന്നുണ്ട്. അബിയും പറയുന്നുണ്ട് ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കും. പക്ഷെ പറയുമ്പം ഒരു കാര്യം ആലോചിക്കണം, ഈ രണ്ട് ചേട്ടന്മാരും, അനുമോള് ഗെയിമറാണ്, കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ചിലപ്പോൾ ഇപ്പൊ ഇരുന്ന് ഈ സംസാരിച്ചത് പോലും അനുമോളുടെ കണ്ടന്റ് ആയിക്കാം. അങ്ങനെയാണെങ്കിൽ ഷാനവാസിന് കഴിഞ്ഞ ദിവസം കിട്ടിയ തട്ട് നിങ്ങൾക്കും കിട്ടും, അത് വേറൊരു കാര്യം കേട്ടോ. അതും ഇതിനകത്ത് പറയണമല്ലോ, നമ്മൾ രണ്ട് പേഴ്സ്പെക്റ്റീവും ചിന്തിക്കണം. ഒന്ന് വളരെ ശുദ്ധിയായിട്ടുള്ള പരിശുദ്ധിയായിട്ടുള്ള ഒരു പാവം പെൺകുട്ടി അനുമോൾ, മറ്റേത് അപ്പുറം ഉള്ളത് ഗെയിമർ അനുമോൾ. അവൾക്ക് എന്തും ചെയ്യാം, അവൾക്ക് കണ്ടന്റ് ആണെല്ലാം. രണ്ടിനും ഞാൻ സപ്പോർട്ട് ചെയ്യും, കാരണം കോണ്ടന്റ്. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം എന്താ, അനുമോൾ ഈ രാത്രിയിൽ 2:30 ഇരുന്ന് ഈ ഒരു പരിപാടികളൊക്കെ അവിടെ ചെയ്തുകൊണ്ട് അതൊരു കോണ്ടന്റ് ആണ്. അറ്റ് ലാസ്റ്റ് ഇതൊരു ഗെയിം ആയതുകൊണ്ട് അങ്ങനെ തന്നെ നമ്മൾ ഇതിനെ എല്ലാത്തിനെയും കാണണം. അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഉണിയിലും പറയുന്നുണ്ട്, മറ്റേ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ പരിപാടിയിൽ മോളെ നിന്നെയല്ലേ എല്ലാവരും സെലക്ട് ചെയ്തത്, അപ്പൊ നിനക്ക് അത്രയും ഫാൻസ് ഉള്ളത് കൊണ്ടാ പുറത്ത്, മസ്താനി ഒന്നും പറയുന്നൊന്നും കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. പിന്നെ ആര്യനെ പറ്റി അനുമോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ആര്യൻ എന്നെ ഉപദ്രവിക്കും, ചവിട്ടാറുണ്ട്, പക്ഷെ അതൊന്നും ഇവിടെ ആരും കാണുന്നില്ല, എനിക്ക് അതിനാരും സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ ഈ കഴിഞ്ഞ ദിവസത്തെ ഈ എന്താണ് പ്രശ്നങ്ങളെല്ലാം, അതിനൊക്കെ അവരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷെ അത് ആരും കാണുന്നില്ല, എല്ലാവരും എന്നെ കള്ളിയാക്കുകയാണ്, അങ്ങനെയൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. എന്നിട്ട് ഒരിയിലൊക്കെ ലാസ്റ്റ് അവിടെ നിന്ന് എണീറ്റ് പോകുന്ന നേരത്ത് അനുമോളോട് പറയുന്നുണ്ട്, അനുമോളെ നീ ടോപ്പ് 5 വരാനുള്ള ഒരാളാണ്, അത് നീ മനസ്സിലാക്കണം. പിന്നെ ഈ ഇടയ്ക്ക് പോകണം എന്നൊക്കെ പറയുന്നത് നിന്റെ നെഗറ്റീവ് ചിന്താഗതിയാണ്, അത് നീ മാറ്റുക. അത് ഏതൊരു മൊമെന്റിലും ആർക്കെങ്കിലും ഒക്കെ വരും, എല്ലാവർക്കും വരും, ആർക്കെങ്കിലും വരുമെന്നല്ല എല്ലാവർക്കും വരും, പക്ഷെ അത് ഒരുപാട് നീ തലയിൽ കയറ്റരുത്, വിട്ട് കളയുക. അബിയും പറയുന്നുണ്ട്, ഉണിയിലും പറയുന്നുണ്ട്, ടോപ്പ് 5 വരാൻ സാധ്യതയുള്ള ഒരാളാണ് നീ. അത് അവർ മാത്രം പറയുന്നതല്ല, എനിക്കും ഒരു ഡൗട്ട് ഉണ്ട്, കാരണം നല്ല രീതിയിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്തെങ്കിലുമൊക്കെ. ഇത്രയും ദിവസം നമ്മളൊന്ന് നോക്കിയാൽ മതി, അപ്പാനി പോലും കുറേ ദിവസങ്ങൾ അവിടെ നിന്നത് അനുമോൾ എന്ന് പറയുന്ന ഒരു ഒറ്റൊരാൾ കാരണമാണ്. ചുമ്മാ അനുമോളുടെ ചൊറിഞ്ഞ അനുമോളുടെ കോണ്ടന്റ് എടുത്ത് പുറത്തേക്ക് തട്ടിയിട്ടാണ് പോയത്. അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, പുള്ളി കോണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ചൊറിച്ചില് നെഗറ്റീവ് ഒരു പരിധി കൂടുതലായതുകൊണ്ടാണ് ആൾക്കാർ വോട്ട് കുത്താതെ പുറത്തേക്ക് ഇങ്ങി പോയത്, മനസ്സിലായില്ലേ. പക്ഷെ അവിടെയൊക്കെ പ്രോപ്പറായിട്ട് കളിച്ച ആൾക്കാരുണ്ട്. അക്ബറൊക്കെ അനുമോളെ എപ്പോഴൊക്കെ കണ്ടന്റ് ആയിട്ട് യൂസ് ചെയ്യണോ അപ്പോഴൊക്കെ യൂസ് ചെയ്തു, അത് വിട്ടു, അടുത്തതിനകത്തോട്ട് പോയി. അങ്ങനെ അപ്പാനും ചിലപ്പോൾ നിന്ന് പോയേനെ, മറ്റേ വെറുപ്പിക്കൽ സീൻ എടുത്തിരുന്നില്ലെങ്കിൽ. ഇപ്പൊ ഈ ആര്യനും ഇപ്പൊ ഞാൻ കാണുന്നത് അനുമോളെ കിട്ടുന്നിടത്തെല്ലാം ചൊറിഞ്ഞു വിടുന്നുണ്ട്, എന്നാൽ ബാക്കി എല്ലായിടത്തും പോകുന്നുമുണ്ട്, മനസ്സിലായില്ലേ. അതാണ് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഈ അക്ബർ എന്ന് നമ്മുടെ ആര്യൻ യൂസ് ചെയ്യുന്ന വാക്കുകൾ, അവന്റെ ചില ആറ്റിറ്റ്യൂഡ്, ഇത് ആളുകൾക്ക് പിടിക്കത്തില്ല. ഇതൊരു പരിധി കൂടുതൽ ആൾക്കാർ എന്നും കണ്ടോണ്ടിരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ അനുമോളെ അവൻ വിട്ടു വേറെ കോണ്ടന്റിന്റെ പുറകെ പോയാലും അവന്റെ ആറ്റിറ്റ്യൂഡ്, ഈ സെയിം ആറ്റിറ്റ്യൂഡ് വെച്ചവൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും അനുമോളുടെ കരച്ചിൽ കുറേ നേരത്തേക്കുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ അബിയും പിന്നെ ഉണീരും കൂടെ മറ്റേ 2 പുകയെടുക്കാനൊക്കെ ആയിട്ട് അവരങ്ങോട്ട് പോയിട്ട് അവർ തിരിച്ചകത്ത് കയറി പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് പറയുന്നുണ്ട്, അനുമോളെ കയറി അകത്ത് കിടക്ക്, ഇവിടെ കിടക്കരുത് എന്ന് പറഞ്ഞ് അവർ കയറി പോകുന്നുണ്ട്. കൊതുകടിയാണ്, അത് ഞാൻ വന്നേക്കാന്നും പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടിട്ട് അനുമോള് വീണ്ടും അവിടെ കിടക്കുന്നു. വീണ്ടും മേപ്പോട്ട് നോക്കി കുറേ കഴിയുമ്പം കരയുന്നൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്കുള്ള ഈ കരച്ചില് മനസ്സിലായില്ലേ, ചിലപ്പോൾ അത് ആ ഒരു ഫീല് നല്ല രീതിയിൽ സങ്കടം ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കാം. വീട്ടുകാർക്ക് മസ്താനി ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഏത് വിശ്വസിക്കണം എന്നുള്ളൊരു സാധനം, ഒരു കൺഫ്യൂഷൻ എന്താണെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പം പുറത്തേക്ക് കാര്യങ്ങളൊന്നും അറിയുന്നില്ല, ഈ വന്ന വൈൽഡ് കാർഡ്സ് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഉറപ്പായിട്ടും ഡൗട്ട് വരും. അപ്പം അതിൻ്റെ പുറത്തുള്ള ഒരു സ്റ്റബേൺ ആയിരിക്കാം അനുമോൾക്ക്. എന്താണെങ്കിലും അനുമോൾ അങ്ങനെ ഇറങ്ങിപ്പോകൊന്നും ചെയ്യത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരിക്കലും ചെയ്യത്തില്ല. നമ്മുടെ രേണു ചേച്ചിയെ പോലെ ഇടയ്ക്കിടയ്ക്ക് എന്ന് പോണം ആ ഒരു സാധനമൊന്നും വരത്തില്ല. ഇത് പിന്നെ അത്രയ്ക്കും സങ്കടം വന്നുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു പോയാലോ, എനിക്ക് ഇത്രയും നെഗറ്റീവ്, എൻ്റെ കുടുംബം ഇല്ലാതെ ആവോ എന്നുള്ളൊരു സാധനമൊക്കെ ചിലപ്പോൾ മനസ്സിൽ വന്നാൽ അതുകൊണ്ടായിരിക്കാം. എന്താണെങ്കിലും ഷീ ഈസ് എ കോണ്ടന്റ് ക്രിയേറ്റർ, മുന്നോട്ട് പോട്ടെ. അബിയും ഉണിയിലും ഒക്കെ പറഞ്ഞ കണക്ക് ഒരു ടോപ്പ് 5 എത്താൻ സാധ്യത കാണുന്നുണ്ട്. എന്താണെങ്കിലും ബാക്കി ലൈവൊക്കെ ഇടയ്ക്കൊന്ന് പോയി കാണട്ടെ, എന്നിട്ട് അടുത്തൊരു വീഡിയോയിൽ ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ടൊക്കെ വരാം. പക്ഷേ അതിന് മുന്നേ കുറച്ച് നേരം ഉറങ്ങട്ടെ. അപ്പോൾ എന്താണെങ്കിലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതോടെ വരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.